ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഈസി ആയിട്ട് ഉന്നക്കായ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയായിരിക്കും, എന്നാലും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഉന്നക്കായ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേ സൈസിലുള്ള 2 നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തത്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പം ഇങ്ങനെയാണ് വേവിക്കുന്നത്. ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് ഇഡ്ഡലി പാത്രത്തിലോ അല്ലെങ്കിൽ പുട്ടുപാത്രത്തിലോ ഒക്കെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് ഇത് വെന്തതിന് ശേഷം നമുക്ക് ഇത് തണുക്കാൻ വയ്ക്കാം. അതിനുശേഷം ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ പഴത്തിൻ്റെ നടുവിലുള്ള ഭാഗം നമുക്കൊന്ന് കൈവച്ചെടുത്ത് മാറ്റണം. നമ്മൾ വേവിച്ച പഴമായതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇതൊരു ഫോക്ക് സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഒരു സ്മാഷർ വെച്ചിട്ടോ നമുക്കൊന്ന് ഉടച്ചെടുക്കണം. ഇതൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. ഒരിക്കലും മിക്സിയിൽ ഇട്ടിട്ട് അരച്ചെടുക്കാൻ പാടില്ല കേട്ടോ. ഇതേപോലെ ഒരു ഫോക്ക് സ്പൂൺ വെച്ചിട്ട് ഒന്ന് സ്മാഷ് ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. ഇതിലേക്ക് അല്പം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1-2 സ്പൂൺ അരിപ്പൊടിയുടെ ആവശ്യമേ വേണ്ടി വരുള്ളൂ. നമ്മുടെ 2 കൈയിലും അല്പം വെളിച്ചെണ്ണ പുരട്ടിയതിന് ശേഷം ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇനി നിങ്ങൾ എടുക്കുന്ന പഴം നേന്ത്രപ്പഴം അധികം പഴുത്തു പോയതാണെങ്കിൽ കൂടുതൽ അരിപ്പൊടി ആവശ്യമായിട്ട് വരും. അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതേപോലെ നമുക്ക് നന്നായിട്ട് ടൈറ്റായിട്ട് മാവ് പോലെ കിട്ടണം. ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ച് അല്പം ബട്ടർ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന നട്ട്സ് ചേർക്കാം. ഇനി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നട്ട്സ് ചേർക്കാം. ഇനി നിങ്ങളടുത്ത് ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ അല്പം നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഓയിലോ ചേർക്കാം. ഈ നട്ട്സൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പോളം തേങ്ങ തുരുവിയത് ചേർക്കാം. ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത ഉടനെ അടുപ്പ് ഓഫ് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ പഞ്ചസാര മെൽട്ടായി പോവും. അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റാം. ഇനി 2 കൈയിലും ഓയിൽ തടവിയതിന് ശേഷം നമുക്ക് അല്പം മാവ് എടുത്തിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ കൈയിൻ്റെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നട്ട്സിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് നടുവിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടി കൊടുക്കാം. അപ്പം നമുക്ക് ഒരു സിലിണ്ടറിൻ്റെ ഷേപ്പ് കിട്ടും കേട്ടോ. പിന്നെ ഈ ഫില്ലിങ്ങിൽ ചില ആളുകൾ മുട്ടയും ചേർക്കാറുണ്ട്. നിങ്ങൾക്ക് മുട്ട ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടില്ല. ഇതേപോലെയാണ് കേട്ടോ ഉരുട്ടിയെടുക്കേണ്ടത്. നമുക്ക് രണ്ടാമത്തതും അതേപോലെ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങളെടുക്കുന്ന നേന്ത്രപ്പഴത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉന്നക്കായയുടെ അളവിൽ വ്യത്യാസം വരും. ഞാനിപ്പോൾ 2 നേന്ത്രപ്പഴം എടുത്തതുകൊണ്ട് എനിക്കിവിടെ 4 കുറച്ച് വലിയ സൈസിലുള്ള ഉന്നക്കായാണ് കേട്ടോ കിട്ടിയത്. ഞാൻ കുറച്ച് വലുതായിട്ടാണ് ഇത് തയ്യാറാക്കിയെടുത്തത്.
ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പുറം ഭാഗം കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് രണ്ട് സൈഡും ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്കിത് കോരി മാറ്റാം. തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. പിന്നെ എപ്പോഴും ഞാൻ വീണ്ടും പറയുകയാണ്, എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും. എന്നാലും അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇതാ നമ്മുടെ ഉന്നക്കായ ഇവിടെ റെഡിയായി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദി, നമസ്കാരം.